ഉറങ്ങുന്ന സുന്ദരി. പണ്ട് കാലത്ത് ഒരു രാജാവും റാണിയും ജീവിച്ചിരുന്നു. അവർക്ക് കല്യാണം കഴിഞ്ഞു കുറെ വർഷമായിട്ടും കുട്ടികളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ദുഃഖത്തിലായിരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം അവർ ആഗ്രഹിച്ചത് നടന്നു. അവർക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതുകൊണ്ടവർ ഒരു വിരുന്ന് സൽക്കാരം ഏർപ്പാട് ചെയ്തു. രാജ്യത്തിലുള്ള എല്ലാ മാലാഹമാരെയും ക്ഷണിച്ചു. രാജ്യത്തിൽ 13 മാലാഹമാരുണ്ടായിരുന്നു. എന്നാൽ അതിൽ വെറും 12 പേരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. എന്തെന്നാൽ ആ 13ാമത്തെ മാലാഹ എവിടെയിരിക്കുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും അവരെ ആർക്കും ഇഷ്ടമില്ല. കാരണം അവർ എല്ലാരോടും വഴക്കുകൂടുമായിരുന്നു. അതുകൊണ്ട് മറ്റു മാലാഹമാർക്ക് വിഷമമുണ്ടാകും. ഇതിനു മെയിൻ കാരണം മറ്റു മാലാഹമാർ എന്നെക്കാളും ചെറുപ്പമായിരിക്കുന്നു. അതാണ്. ആ വിരുന്ന് തീർന്ന സമയത്ത് ഈ 13ാമത്തെ മാലാഹ വന്നു. രാജാവ് തന്നെ ക്ഷണിക്കാത്തതിൽ കോപത്തോടെ വന്നു. അപ്പോൾ അവർക്കിടയിൽ ചെറിയ മാലാഹ ഒളിച്ചിരുന്നു. എന്തെന്നാൽ 13ാമത്തെ മാലാഹ ശേഷം ഞാൻ സമ്മാനം കൊടുക്കും. ഒരു പക്ഷേ 13ാമത്തെ മാലാഹ ആ കുട്ടിയെ കോപത്തിൽ ശപിച്ചാലോ? അതിനെ മാറ്റാൻ എല്ലാവരും ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങി. എല്ലാ മാലാഹമാരും നല്ല നല്ല സമ്മാനങ്ങൾ അവൾക്ക് സമ്മാനിക്കാൻ തുടങ്ങി. ആദ്യത്തെ മാലാഹ ആ രാജകുമാരിക്ക് അഴക് കൊടുത്തു. രണ്ടാമത്തെ മാലാഹ നല്ല മനസ്സ് കൊടുത്തു. മൂന്നാമത്തെ മാലാഹ ശൃംഗാരം കൊടുത്തു. നാലാമത്തെ മാലാഹ നാട്യവും കൊടുത്തു. പിന്നെ 5ാമത്തെ മാലാഹയോ നല്ല ശബ്ദം കൊടുത്തു. 6ാമത്തെ മാലാഹ ഈ ലോകത്തിലെ എല്ലാ സംഗീത ഉപകരണങ്ങളും വായിക്കാനുള്ള കഴിവ് കൊടുത്തു. ഒരാൾ ജീവിതത്തിൽ എന്തെല്ലാം ആകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ആ മാലാഹമാർ അവർക്ക് കൊടുത്തു. അതിനുശേഷം 13ാമത്തെ മാലാഹയുടെ ഊഴമായിരുന്നു. അത് രാജകുമാരിയുടെ അടുത്ത് വന്നു. പിന്നെ അസൂയയോടെ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് 15 വയസ്സാകുമ്പോൾ നീ വിരൽ ചർക്കവീലിൽ കുത്തി മരിച്ചു പോകും. ഇങ്ങനെ രാജകുമാരിയെ അവൾ ശപിച്ചതുകൊണ്ട് എല്ലാവരും കരയാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ ആ സമയത്ത് ചെറിയ മാലാഹ ഒളിച്ചു നിന്ന സ്ഥലത്ത് നിന്നും പുറത്തു വന്നു. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങളുടെ മകൾ മരിക്കില്ല. ഇത് സത്യം. ഞാൻ മൊത്തം ശാപം എടുത്തോളാം. രാജകുമാരി വിരൽ തന്നെത്താൻ ചെർക്കവില്ലിൽ കുത്തും. 15 വയസ്സിൽ മരിക്കില്ല. എന്നാൽ രാജകുമാരി 100 വർഷം ഉറക്കത്തിലായിരിക്കും. അത്രയും വർഷം കഴിഞ്ഞ് ഒരു രാജകുമാരൻ വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. മഹാരാജാവ് തന്റെ മകളെ ശാപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ആ രാജ്യത്തിലുള്ള എല്ലാ ചർക്കകളും നിരോധിച്ചു കളഞ്ഞു. 13ാമത്തെ മാലാഹ ശാപം നടത്തുന്ന ദിവസം വന്നു. രാജകുമാരി വലിയ കുട്ടിയായി. കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവൾക്ക് 15 വയസ്സിൽ കാണാൻ നല്ല ആകർഷണമുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് രാജകുമാരി തന്റെ തോഴിമാരോട് കൂടെ കണ്ണുപൊത്തി കളിക്കുകയായിരുന്നു. ഒളിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിൽ കടന്നു വന്നു. അവിടെ വലിയ ദോരകൾ ഉണ്ടായിരുന്നു. അത് വഴിയെ പോയാൽ കൽസദ ടവറിൽ എത്തും. അത് കുറെ കാലമായി അടച്ചിരിക്കുകയായിരുന്നു. രാജകുമാരി ഒരു ചെറിയ റൂമിലെത്തി. അപ്പോൾ രാജകുമാരി അവിടെ കാണുന്നു ഒരു വൃദ്ധ ചർക്കയിൽ നൂല് നോക്കുകയായിരുന്നു. അപ്പോൾ രാജകുമാരി കണ്ടു ചർക്ക ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു പഴയ ചർക്കയായിരുന്നു. വലിയ വലിയ നൂലുകൾ അതിൽ അവർ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ നൂല് നോൽക്കുന്നു. ആ വൃദ്ധയ്ക്ക് രാജാവിന്റെ ഉത്തരവ് അറിയില്ലായിരുന്നു. ആ രാജ്യത്തിൽ ചർക്ക ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആ വൃദ്ധയ്ക്ക് എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയില്ലായിരുന്നു. ചില സമയം ഞാൻ പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കും. ചില സമയം ചെമ്മരി നൂലിൽ നിന്ന് കമ്പിളി ഉണ്ടാക്കും. ചില സമയം സ്വർണത്തിൽ നിന്നും നൂലുണ്ടാക്കും. അങ്ങനെയോ? ഇത് കഷ്ടപ്പാടാണോ? അതെ, കഷ്ടപ്പാടാണ്. ഞാനെന്ന് നെയ്ത് നോക്കട്ടെ. തീർച്ചയായും. ആ അമ്മുമ്മ നൂല് രാജകുമാരിക്ക് കൊടുത്തു. നൂല് രാജകുമാരി പിടിച്ചതും ആ സൂചി രാജകുമാരിയുടെ കയ്യിൽ കുത്തിക്കേറിയതും രാജകുമാരി ബോധം കെട്ടു വീണു. അപ്പോഴെന്ത് സംഭവിച്ചു? ആ 13ാമത്തെ മാലാഹയുടെ ശാപം നടന്നു. ആ വൃദ്ധ പേടിച്ചുപോയി. സത്യത്തിനായി ഉറക്ക അവർ വിളിച്ചു. ആ ശബ്ദം കേട്ട് എല്ലാവരും കൊട്ടാരത്തെ എത്തിച്ചേർന്നു. വൃദ്ധ രാജകുമാരിക്ക് ബോധം തെളിയാൻ വേണ്ടി അവരുടെ മുഖത്ത് വെള്ളം തിളച്ചു. കാറ്റ് കിട്ടാൻ വേണ്ടി വസ്ത്രം ലൂസാക്കിയിട്ടു. ഇതെല്ലാം ചെയ്തിട്ടും ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി രാജാവിന്. ശാപം വലിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
രാജകുമാരിയെ കട്ടിലിന് മുകളിൽ കിടത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. ആ കട്ടിൽ സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ രാജകുമാരി അതിനകത്ത് 100 വർഷം തീർത്തു. രാജകുമാരി ജീവൻ രക്ഷിച്ച മാലാഹ ഇത് കേട്ട് ഉടനെ 6 ഡ്രാഗണുമായി തീ കൊണ്ടുള്ള രഥത്തിൽ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. 1 മണിക്കൂർ കൊണ്ട് കൊട്ടാരത്തിലെത്തി. ആ മാലാഹ ഉള്ളിപ്പോയതും എല്ലാ ജീവജാലങ്ങളിന്മേൽ ഒരു പൊടി വിതറി. രാജാവും റാണിയും ഒഴിച്ച് അവർ അതെല്ലാവരുടെയും മേളിലിട്ടു. മേലിലിട്ടതും എല്ലാവരും മയങ്ങി വീണു. മന്ത്രികൾ, സേനാപതികൾ, അടിമകൾ, ജനങ്ങൾ എല്ലാവരും മയങ്ങി വീണു. കൊട്ടാരത്തിൻ വെളിയിൽ കാറ്റ് നിന്നു പോകും. തോട്ടത്തിലെ പൂക്കളെല്ലാം വിരിയാതെ മൂടിപ്പോകും. രാജാവും റാണിയും തന്റെ മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു കരഞ്ഞുകൊണ്ട് കൊട്ടാരം വിട്ടുപോകും. കുറച്ചു സമയം ശേഷം ഒരു തരത്തിൽ എല്ലാ മരങ്ങളും കൊട്ടാരത്തിന് ചുറ്റും കാടുപോലെ വളരും. കാടുപോലെ ഇരിക്കുന്ന ചെടികൾ നടുവിലിരുന്നു പോകും. ആരും രാജകുമാരിയുടെ അടുത്ത് പോകാതിരിക്കാൻ. കൊട്ടാരത്തിന്റെ മുകളിൽ ആകാശം പച്ചയായി കാണപ്പെടും. മാലാഹ തന്റെ ജോലി എത്രയും പെട്ടെന്ന് ഭംഗിയായി തീർക്കും. 99 ഉഷ്ണകാലവും 99 മഴക്കാലവും കടന്നുപോയി. ഒരു ദിവസം ഒരു സുന്ദരനായ രാജകുമാരൻ വേട്ടയ്ക്കായി അവിടെ വരും. ആ വഴിയെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാറ്റടിക്കും. അപ്പോൾ സേനാപതിയോട് അദ്ദേഹം ചോദിക്കും, അവിടെ എന്താണെന്ന്. അപ്പോൾ ഒരാൾ പറയും, അവിടെ ഭൂതമാണ്, അവിടെ വളരെ ഭയാനകരമായ സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ പ്രേതശല്യമുണ്ട്. അപ്പോൾ അവിടുന്ന് ദൂരെ നിന്ന് വരുന്ന ഒരു വയസ്സായ ആൾ വരും. അദ്ദേഹം പറയും, രാജാവേ, 50 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛന് അവരുടെ അപ്പൂപ്പൻ പറഞ്ഞതാ, ഈ കാട്ടിൽ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ജീവിച്ചു. അതിപ്പോഴും മയക്കത്തിലായിരിക്കും. ആ പെണ്ണിനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രാജകുമാരൻ തന്നെ വേണ്ടി വരും. ഇത് കേട്ട് ഉടനെ ആ രാജകുമാരൻ അവിടെ നിൽക്കാൻ പറ്റിയില്ല. സത്യം എന്താണെന്നറിയാൻ തന്റെ വാളെടുത്ത് കൊട്ടാരത്തിനടുത്തോട്ട് പോയി. ആ കാറ്റിനെ തന്റെ വാള് കൊണ്ട് വെട്ടാൻ ശ്രമിച്ചു. പക്ഷേ അതെനിക്ക് വഴിമാറി തന്നു. അവൻ അതിശയമായി. രാജകുമാരൻ ചെടികളെ തൊട്ട ഉടനെ എനിക്കും എന്റെ കുതിരയ്ക്കും അവർ വഴിമാറി തന്നു. അവൻ ഏറ്റവും അതിശയമായ കാര്യമെന്നാൽ അവൻ അവിടുന്ന് പോയതിനു ശേഷം അവനും അവന്റെ കുതിരയും അകത്തേക്ക് കയറിയപ്പോൾ ഈ ചെടികളെല്ലാം മാറിയടഞ്ഞു. കൊട്ടാരത്തിലെ കതകുകൾ അടഞ്ഞു. അപ്പോൾ കൂരാക്കൂരി ഇരുട്ടായിരുന്നു. കൊട്ടാരം മുഴുവൻ ഇരുട്ട്. എങ്ങനെയോ അവൻ അകത്തേക്കെത്തി. ആ രാജകുമാരൻ ആ വഴിയെ പോകുമ്പോൾ കുറെ സേനാപതികൾ മരിച്ചു കിടക്കുന്നതായി അവൻ കണ്ടു. അവരെല്ലാം മരിച്ചുപോയെന്ന് വിചാരിച്ച് പിന്നെയാണ് അവന് മനസ്സിലായത് അവരെല്ലാം സുഖമായി ഉറങ്ങുകയായിരുന്നെന്ന്. അവസാനം രാജകുമാരുടെ അറയിൽ രാജകുമാരൻ എത്തും. അപ്പോൾ അവിടെ ഒരു പ്രകാശം തെളിയും. രാജകുമാരി കിടക്കുന്ന കട്ടിൽ നിന്നും. കിടക്കുന്ന രാജകുമാരിയെ കണ്ട്, എത്രയും സുന്ദരിയായ രാജകുമാരിയാണത്, വേറൊരിടത്തും ഇത്രയും സുന്ദരിയായ ഒരു രാജകുമാരിയെ അവൻ കണ്ടില്ലായിരുന്നു. രാജകുമാരൻ രാജകുമാരിയുടെ കട്ടിലെടുത്തു പോയി മുട്ടുകളിലിരിക്കും. രാജകുമാരിയുടെ കയ്യിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടാകും. നായ്ക്കുട്ടി അവിടെ ഉറങ്ങുകയായിരിക്കും. എന്തോ ഒരു നല്ല സ്വപ്നം കാണുന്നത് പോലെ മുഖത്തൊരു ചിരിയും ഉണ്ടായിരിക്കും. രാജകുമാരൻ രാജകുമാരിയുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ ആ ശാപം മാറിപ്പോകും. അവന്റെ സ്പർശനം കിട്ടിയപ്പോൾ രാജകുമാരി ഉറക്കത്തിൽ നിന്നും എണീറ്റു. ആ ഉറക്കത്തിൽ നിന്നും രാജകുമാരി എണീറ്റ് രാജകുമാരനോട് പറയും, ഞാൻ നിനക്ക് വേണ്ടി കുറെ കാലം കൊണ്ട് കാത്തിരിക്കായിരുന്നു. മുഖത്തൊരു പുഞ്ചിരിയായി അവൾ പറഞ്ഞു. അവർ കൊട്ടാരത്തിനുള്ളിൽ ചുറ്റുമ്പോൾ എല്ലാവരും എണീക്കും. ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും എണീക്കും. എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യും. രാജകുമാരനും രാജകുമാരിയും ഒരു റൂമിൽ പോകും. അവിടെ അവർക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാകും. കാലങ്ങൾക്ക് ശേഷം രാജകുമാരനും രാജകുമാരിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അവരുടെ വിരുന്ന് കഴിഞ്ഞതും വലിയ ആർഭാടങ്ങളായി കൊട്ടും കൊരവയുമായി അവർ സന്തോഷമായി കല്യാണം കഴിച്ചു. കാലങ്ങൾ കഴിഞ്ഞിട്ടും അവർ സന്തോഷമായി കുറേ കാലം ജീവിച്ചു.